പ്രശസ്ത സീരിയൽ നടി മല്ലികയുടെ മകളെ ഭർത്താവ് വെട്ടിക്കൊന്നതിന്റെ ഞെട്ടലിലാണ് ഇന്ന് സീരിയൽ ലോകം. ആദ്യമൊന്നും ആരും അറിഞ്ഞിരുന്നില്ല ഇത് സീരിയൽ നടിയുടെ മകളാണെന്ന്. എന്നാൽ ഈ മുഖം എവിടെയൊക്കെയോ പരിചയമുണ്ട് എന്ന് നമുക്കൊക്കെ തോന്നുകയും ചെയ്തു. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ മരണ വാർത്ത ചിത്രത്തോടൊപ്പം എത്തിയപ്പോൾ എല്ലാവരും ഇതൊരു സുപരിചിത മുഖമാണല്ലോ, ആരാണ് ഈ പെൺകുട്ടി എന്നാണ് അന്വേഷിച്ചത്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത്, മലയാളത്തിലെ ഒട്ടുമിക്ക സീരിയലുകളിലും നമ്മൾ കണ്ടിട്ടുള്ള നമുക്കെല്ലാവർക്കും സുപരിചിതയായ നടി മല്ലികയുടെ മകളാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയെന്ന്. നെയ്യാറ്റിൻകര വ്ളാത്താങ്കരയിൽ യുവതിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ കാരണം സംശയരോഗവും കുഞ്ഞുങ്ങൾ വൈകുന്നതിലെ നിരാശയുമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. അൽമയെ കൊലപ്പെടുത്താൻ വിഷ്ണു ഒരാഴ്ച മുൻപ് തന്നെ വെട്ടുകത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നതായിട്ടും മൊഴിയുണ്ട്. കൊലപാതകം ആരും അറിയാതിരിക്കാനാണ് ഞായറാഴ്ച പള്ളിയിലെ പ്രാർത്ഥനാ സമയം തന്നെ തിരഞ്ഞെടുത്തത്. അൽമയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം വിഷ്ണു തന്നെ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവമായി ഇടപെട്ടിരുന്ന അൽമയോട് വിഷ്ണുവിന് വിയോജിപ്പുണ്ടായിരുന്നു. പലവട്ടം ഇക്കാര്യങ്ങൾ പറഞ്ഞ് ഇരുവരും വഴക്കിട്ടിരുന്നു. തർക്കത്തിനൊടുവിലാണ് വിഷ്ണു ഈ പാതകം ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 10 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകാത്ത ദേഷ്യത്തിൽ കുത്തിക്കൊന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ പോലീസ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഭാര്യയുടെ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗവും കൊലയ്ക്ക് കാരണമായെന്ന് വെളിപ്പെടുത്തലുണ്ടായത്. സോഷ്യൽ മീഡിയയിൽ 10,000 ഫോളോവേഴ്സ് ഉള്ള അൽമ എപ്പോഴും മൊബൈലിൽ തന്നെയായിരുന്നു എന്നാണ് വിഷ്ണു പറയുന്നത്. പൂച്ച, പട്ടി തുടങ്ങിയ പെറ്റുകളോടൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നതാണ് അൽമയുടെ ഹോബി. വിവാഹത്തിന് ശേഷം അൽമ സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. താൻ ട്യൂഷൻ കഴിഞ്ഞ് എത്തുമ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും ഭാര്യ സമയം കണ്ടെത്താറില്ലായിരുന്നു. വിഷ്ണു PSC സെന്ററിലെ അധ്യാപകനായിരുന്നു. ചുറ്റുവട്ടത്തുള്ള ബന്ധുക്കളോട് പോലും അൽമ സംസാരിക്കാറില്ലായിരുന്നു. ഇരുവരും പുറത്തു പോകുന്നതും വളരെ അപൂർവമാണ്. അതിരുവിട്ട ഫോൺ ഉപയോഗത്തെ ശക്തമായി തന്നെ എതിർത്തിരുന്നു വിഷ്ണു. എന്നാൽ ഈ എതിർപ്പിനെ അൽമ അവഗണിച്ചു. താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് വിഷ്ണുവിന്റെ വാദം. ഇതാണ് കൊലയ്ക്ക് നയിച്ചതെന്നും പ്രതി പറയുന്നു. PSC കോച്ചിംഗ് സെന്ററിലെ അധ്യാപകനാണ് വിഷ്ണു. മൊബൈലിൽ നോക്കിയിരുന്ന അൽമയെ പുറകിൽ നിന്നും എത്തിയാണ് വിഷ്ണു കുത്തി പരിക്കേൽപ്പിച്ചത്.